വളരെ ആഹ്ലാദത്തോടുകൂടി കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ നമ്മുടെ ഇടവകയുടെ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1949 ചങ്ങങ്കേരിൽ ബഹുമാനപ്പെട്ട അബ്രാഹാം അച്ഛൻ നൽകിയ ഒരേക്കർ സ്ഥലത്ത് കല്ലിട്ട് ആരംഭിച്ച ഈ ദേവാലയവും 1950 ഇടവകയായി ഉയർത്തപ്പെട്ട ഈ സമൂഹം ഏതാണ്ട് 290 വീട്ടുകാരോട് കൂടി ആരംഭിച്ച് ഇന്ന് ഏതാണ്ട് 1300-ലധികം കുടുംബങ്ങളിൽ എത്തി നിൽക്കുന്ന വലിയ ഒരു സമൂഹമായി മാറിയതിൻ്റെ ചരിത്രമാണ് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം നമുക്ക് അഭിമാനപൂർവ്വം ഈ ചരിത്രത്തെ ഓർക്കാം. ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് നമുക്കായി ഇവിടെ ഒരു ദേവാലയം ഉയർന്നു. ത്യാഗപൂർവം അനേകര് ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിലും ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കാളികളായി. അതെല്ലാം നന്ദിയോടുകൂടി ഓർത്ത് അടുത്ത വർഷങ്ങളിലേക്ക് നമ്മുടെ ഇടവകയെ ഒരുക്കാനുള്ള പരിശ്രമങ്ങളാണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ നടത്തേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ഇടവകകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം, നമ്മുടെ ഇടവകയിൽ 1300 വീട്ടുകാര് അല്ലെ വിചാരിച്ച 1300 കുടുംബങ്ങൾ. നമ്മളൊരു പൊതുയോഗം വെച്ചാൽ എത്ര പേര് വരും? എത്ര കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാർ വരും? വളരെ കുറച്ചു പേരെ വരാം. നമ്മളുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ, പൊതുവായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ എത്ര പേര് മുന്നോട്ട് വരും? മുന്നോട്ട് വരുന്നവർ തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. എന്നാൽ ദേവാലയത്തിലൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അവിടുത്തെ പള്ളികളെല്ലാം നിറഞ്ഞ ദൈവജനമുണ്ട്. വലിയ വിശ്വാസമുള്ള ഒരു സമൂഹം നമുക്കുണ്ട്. അത് സൂചിപ്പിക്കുക, വിശ്വാസമുള്ള ദൈവജനം ഉണ്ടെങ്കിലും ഇടവകയുടെ പ്രവർത്തനങ്ങളിലൊന്നും പങ്കാളികളാകാൻ ഒത്തിരി പേര് പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 1300 കുടുംബങ്ങളുള്ള ഒരു പൊതുയോഗത്തിൽ 100 പേര് വന്നിരുന്ന് 1300 പേർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതെല്ലാവരെയും ബാധിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. പൊതുയോഗ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വലിയ നിയമപരമായി സാധ്യതയുള്ള തീരുമാനങ്ങളായിട്ടൊക്കെ മാറുകയാണ്. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ ഇടവകളിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. വളരെ ചെറിയ ഒരു വിഭാഗം ആൾക്കാരെ കാണും വളരെ ആവേശത്തോടു കൂടി ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. അതുപോലെ തന്നെ ചെറിയ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എന്ത് ചെയ്താലും വളരെ രൂക്ഷമായിട്ടും ചിലപ്പോഴൊക്കെ ക്രൂരമായിട്ടും വിമർശിച്ച് സഭാ സമൂഹത്തിന്റെ സർവസ്വസ്ഥതയും കളയുന്ന ഒരു ചെറിയൊരു വിഭാഗം. പക്ഷെ ഒരു 90% ആൾക്കാര് പള്ളിയിൽ വരുന്നു, വീട്ടിൽ പോകുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും ഇതിനകത്ത് പങ്കാളികളാകാറേയില്ല. അവര് നല്ല മനുഷ്യരാണ്. അവർക്ക് വലിയ ബഹളങ്ങൾക്കൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് അവര് കുർബാനയ്ക്കൊക്കെ പോയി ഉദാശകളിലൊക്കെ പങ്കെടുത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ച് അവരൊക്കെ വീട്ടിൽ പോവുകയാണ്. അവരുടെ ഇടയിലാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി ഈ ഇടവക സമൂഹത്തെ വളർത്താൻ ഉതകുന്ന വലിയൊരു വിഭവശേഷിയുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവർ ചിലപ്പോൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില അഭിപ്രായങ്ങളൊക്കെ പറയും, നമുക്ക് അങ്ങനെ ചെയ്താലെന്താ, ഇങ്ങനെ ചെയ്താലെന്താ. പക്ഷെ ഇവരാരും സമക്ഷത്തേക്ക് വരാതെ. എന്റെ ഒരു വലിയ ആഗ്രഹം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഇടവക പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളികളാവണം. നമ്മൾ ഇടവകയുടെ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ ഒത്തിരി പേര് അവരുടെ ജീവിതം കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ഇടവക പ്രവർത്തനങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും. അവരുടെ ജീവിതം അവരെ സമർപ്പിക്കുകയാണ്. ഒത്തിരി പേര് ഔദാര്യപൂർവ്വം ദാനം ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. നമ്മുടെ സഭാ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമുക്കറിയാം. നമ്മളാരും ബിസിനസ് നടത്തി പണം ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവിഹിതമായ തരത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്നവരോ ഒന്നുമല്ല. നമ്മുടെ ദൈവജനത്തിന്റെ മുമ്പിൽ കൈനീട്ടി അവരുടെ അധ്വാന ഫലം അവർ ഔദാര്യപൂർവ്വം നൽകുന്നത് സ്വീകരിച്ച് അഭിമാനപൂർവ്വം നമ്മൾ പടുത്തുയർത്തുന്ന സ്ഥാപനങ്ങളാണ് സഭയുടെ സ്ഥാപനങ്ങൾ മുഴുവൻ. അത് നമ്മുടെ അഭിമാനകരമായ ഒരു അനുഭവമാണ്. നമ്മളെല്ലാവരും കൂടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വൈദികരും സന്യസ്തരും അവരുടെ ജീവിതം സമർപ്പിക്കുന്നു.
ദൈവജനം അവരുടെ അധ്വാനത്തിന്റെ ഫലം സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹങ്ങൾ ഇവിടെ വളർന്നു വന്നത്. നമുക്ക് വലിയ ഔദാര്യങ്ങളൊന്നും ഒത്തിരിയൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും കിട്ടി വളർന്നു വന്ന സമൂഹങ്ങളല്ല. നമ്മുടെ ദൈവജനം അവരുടെ അധ്വാന ഫലം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. നമ്മുടെയൊക്കെ പഴയ ആശ്രമങ്ങളും പഴയ ദേവാലയങ്ങളും എല്ലാം നമ്മുടെ കാർന്നവന്മാർ ഔദാര്യപൂർവ്വം സംഭാവന ചെയ്ത മണ്ണിലാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. ഈ ദേവാലയവും അങ്ങനെ തന്നെയാണ് ഇതിന്റെ തുടക്കവും. അതെല്ലാം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് കൂടുതൽ താല്പര്യപൂർവ്വം നമ്മുടെ ഇടവക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ജൂബിലി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയെയും നമ്മുടെ സമുദായത്തെയും എല്ലാം സ്നേഹിക്കാനും നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹം എന്നും ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുമെല്ലാം നിങ്ങൾക്ക് ഈ വർഷങ്ങളിൽ സാധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 75 വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ ഇടവകയിൽ എത്ര സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് എന്ന് എണ്ണി നോക്കുന്നതാണ്. 50 വർഷമായിരുന്നപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഇരട്ടി കുട്ടികൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ പകുതിയായിട്ടുണ്ടാവും ഇപ്പം. ഇനി 100 വർഷം ആഘോഷിക്കുമ്പോൾ ഇവിടെ എത്ര സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നുകൂടി നിങ്ങളൊന്ന് കണക്കൂട്ടുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് കൃത്യം അറിയാം നമ്മുടെ ഇടവകയുടെ വളർച്ച എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ അടുത്ത തലമുറയെ വിശ്വാസത്തിൽ വളർത്താൻ, അവരെ ഉറപ്പിച്ചു നിർത്താൻ, നല്ല കുടുംബങ്ങൾ രൂപീകരിക്കാൻ അവരെ സഹായിക്കത്തക്ക രീതിയിലുള്ള പരിഹാരങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇടവകളിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, പ്രതിനിധിയോഗവും പൊതുയോഗവും കൂടി പള്ളിക്ക് മതിൽ കെട്ടുന്നതും പള്ളിയിൽ ടൈലിടുന്നതും പള്ളിയുടെ എവിടെയെങ്കിലും എന്തെങ്കിലും കെട്ടിടം പണിയുന്നതും മാത്രം ചർച്ച ചെയ്ത് അതിന്റെ കണക്കും ചർച്ച ചെയ്ത് പോയാൽ പോരാ. മറിച്ച് നമ്മുടെ എത്ര കുട്ടികൾ എവിടെയൊക്കെ പോയി ജീവിക്കുന്നു, അവര് ഏത് മേഖലകളിലാണ്, നമ്മുടെ അടുത്ത തലമുറ എങ്ങോട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഗൗരവമായി ചർച്ച ചെയ്യാനും അതിന് നല്ല പരിഹാരങ്ങൾ സ്വരൂപിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം. വൈദികർക്ക് ആത്മീയമായ നേതൃത്വമാണ് നൽകാൻ സാധിക്കുക. ഒരു സമൂഹത്തെ ഭൗതികമായിട്ട് വളർത്താൻ, സാമുദായികമായിട്ട് വളർത്താനൊക്കെ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അൽമായ സഹോദരങ്ങൾക്കാണ്. നിങ്ങൾക്കാണ് അതിനുള്ള വിഭവശേഷിയുള്ളത്, നിങ്ങൾക്കാണ് ആ മേഖലയിൽ അറിവുള്ളത്. ആ അറിവ് നിങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ്, അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹങ്ങൾക്ക് വളർച്ചയുണ്ടാവുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേട്ടത് സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ചാണ്. നമ്മുടെ ഇടവക സമൂഹങ്ങളും സഭാ സമൂഹങ്ങളും എല്ലാം വളർന്നു വരുന്നത് മാനുഷികമായ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് നമ്മളെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വായനകളെല്ലാം പറയുന്നത്. സാറ വന്ധ്യയായിരുന്നു, അവൾക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. അതുപോലെ സാംസന്റെ മാതാപിതാക്കള് അവർക്കും കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുകയായിരുന്നു, അവർക്ക് കുഞ്ഞു ജനിക്കുന്നു. അങ്ങനെ അത്ഭുതകരമായ ജനനം. അതിന്റെ പശ്ചാത്തലത്തിലാണ് സക്കറിയായും എലീശായും, പുരോഹിതനായ സക്കറിയായും എലീശായും, അവര് വയോധികരായിരുന്നു, അവര് വന്ധ്യരായിരുന്നു, അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് കുഞ്ഞു ജനിക്കുന്നു. അത് ഈശോയുടെ മുന്നോടിയായിട്ട് വരുന്ന സ്നാപക യോഹന്നാൻ. അത്ഭുതങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്നാപകന്റെ ജനനം മുഴുവൻ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മളെ എല്ലാവരെയും കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുമ്പോൾ മാനുഷികമായ ഒരു ഉത്തരവും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ ജീവിതത്തിലെ വിജയങ്ങളിൽ മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതിയുള്ളത്, നിന്റെ ജീവിതത്തിലെ സഹനങ്ങളിലും പദ്ധതിയുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പുരോഹിതനായ സക്കറിയ വിശ്വാസം നഷ്ടപ്പെടാതെ അത്രയും കാലം ദൈവത്തിന്റെ പുരോഹിതനായി ജീവിച്ചു. അയാൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല.
അത് നമ്മുടെ ഇന്നത്തെക്കാളും അന്നത്തെ സമൂഹത്തിൽ വളരെയേറെ അപമാനകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ അപമാനം സഹിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ വിശ്വാസത്തോടു കൂടി പൗരോഹിത്യ ശുശ്രൂഷയെ അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന്റെ വന്ധ്യതയെ ദൈവം വലിയ ഒരു പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. എലീശ്വ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. സ്നാപകൻ അവന് യോഹന്നാൻ എന്ന് പേരിട്ടു. ആ യോഹന്നാൻ ദൈവപുത്രന്റെ മുന്നോടിയായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിജയങ്ങളിൽ മാത്രമല്ല പരാജയങ്ങളിലും ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവനിൽ വെളിവാക്കപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് കർത്താവ് പറയുന്നതുമെല്ലാം നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, മാനുഷികമായ രീതിയിൽ കണക്കൂട്ടലുകൾ നടത്തുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നവര് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് വിശ്വസിക്കുന്നവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സക്കറിയായ്ക്ക് അത് സാധിച്ചു. അദ്ദേഹം വിശ്വസ്തയോടെ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പേര് പോലും നമ്മളല്ല തിരഞ്ഞെടുത്തത്. നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമായിരുന്നു. ഒരു വലിയ ചോദ്യമാണ്. വീട്ടിൽ ചെന്നവരോട് പറയണ്ട. നമ്മള് ചിലപ്പോ ഓർക്കും, നമുക്ക് ചിലപ്പോ അയൽപക്കത്തെ വീട്ടിലെ അപ്പൻ കൊള്ളാം, ഇപ്പുറത്തെ വീട്ടിലെ അമ്മയും കൊള്ളാം. പക്ഷെ നമുക്കതല്ല കിട്ടിയത്. നമുക്ക് ഈ മാതാപിതാക്കളാണ് കിട്ടിയത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമുക്കതിനുള്ള അവകാശമില്ല. നമ്മുടെ പേര് തിരഞ്ഞെടുത്തതൊന്നുമല്ല. ഇപ്പം ഒരാളുടെ ലിംഗം തിരഞ്ഞെടുക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ലിംഗം, ജെൻഡർ തിയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പുരുഷനാണോ സ്ത്രീയാണോ ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കാവുന്നത്. ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ മലയാളി മാതാപിതാക്കൾ പറഞ്ഞു, എന്റെ പിതാവെ കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോ ലിംഗത്തിന്റെ കോളത്തിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നമുക്ക് പൂരിപ്പിച്ചാൽ മതി, നമുക്ക് വളരെ എളുപ്പമാണ്. അവർക്ക് 5-6-7 കാറ്റഗറിയാണെന്ന്, പുരുഷൻ, സ്ത്രീ, പിന്നെ അതിന്റെ താഴോട്ട് വേറെ കിടക്കുക. അത് തെരഞ്ഞെടുത്തോളാനാ പറയുന്നത്. ഒരു കുട്ടിയുടെ തെരഞ്ഞെടുപ്പാണ് പറയുന്നത്. എത്ര വിചിത്രമായ വാദങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ തെരഞ്ഞെടുപ്പൊന്നുമല്ല, ദൈവം നിശ്ചയിച്ചു നമുക്ക് നൽകുന്നതാണ്. അതാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ സമൂഹത്തിലെ പുരോഗമനപരമെന്ന് കരുതുന്ന പലതിനോടും അത്രയങ്ങോട്ട് തുറവിയോടുകൂടി സമീപിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിന്നെ പുരുഷനും സ്ത്രീയും ഒക്കെയായി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് സഭയ്ക്ക് താല്പര്യം. അപ്പൊ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പേര് പോലും നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. യോഹന്നാൻ എന്നുള്ള പേരിന്റെ അർത്ഥം യഹോവയുടെ കൃപയുള്ളവൻ എന്നാണ്. ആ കൃപയുള്ളവൻ എന്ന ആ പേര് സ്വീകരിച്ച് ആ പേര് അദ്ദേഹം അന്വർത്ഥമാക്കുകയായിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, യോഹന്നാന് ദൈവത്തിന്റെ കൃപയുള്ളവൻ എന്ന പേരൊക്കെ സ്വീകരിച്ച് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജനിച്ചു. എങ്കിലും അവന് സാധാരണ മനുഷ്യന്റെ സർവ്വ ബലഹീനതകളും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയുള്ളവൻ എന്ന പേര് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ ആരും കൃപയുള്ളവരായി ജീവിക്കുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനായി നിരന്തരം അധ്വാനിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി യോഹന്നാന്റെ ജീവിതം നമുക്ക് തരുന്നുണ്ട്. യോഹന്നാൻ എന്താണ് ചെയ്തത്? അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. തന്റെ വിളിക്ക് ഒരു കോട്ടവും വരരുത്, തനിക്ക് ലഭിച്ച ദൈവകൃപ വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ മരുഭൂമിയിൽ ജീവിച്ച് ദൈവകൃപ വർദ്ധിപ്പിച്ച് ദൈവപുത്രന്റെ മുന്നോടിയായി തിരിച്ചെത്തുന്ന യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വിളിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ, നമുക്ക് ദൈവം പേരിട്ടു എന്നുള്ളത് കൊണ്ടോ, നമുക്ക് വിശുദ്ധരായ മാതാപിതാക്കളെ തന്നു എന്നുള്ളത് കൊണ്ടോ, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് കൊണ്ടോ മാത്രം നമ്മൾ ആരും ദൈവ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നില്ല. നമുക്ക് പാപം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കാം.
പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ കൃപ വർദ്ധിപ്പിക്കാനായിട്ട് നിരന്തരം അധ്വാനിക്കേണ്ടവരാണ്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്നു. കർത്താവിന്റെ തിരുപ്പിറവിയുടെ ജൂബിലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നല്ല ആത്മീയമായ ഒരുക്കത്തോടെ ഈ വർഷത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ പാഠശാലയായി നമ്മുടെ ഭവനങ്ങൾ മാറണം, നമ്മുടെ ഇടവക സമൂഹങ്ങൾ മാറണം. പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല. പ്രാർത്ഥനയുടെ പാഠശാലകൾ നിങ്ങൾ തുറക്കണം. അനുരഞ്ജന കൂദാശ അതും സ്വീകരിക്കണമെന്നറിയാം. എങ്ങനെ ശരിയായി കുമ്പസാരിക്കണമെന്ന് അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. കുമ്പസാരം എന്ന കൂദാശയെ ഗൗരവത്തോടെ സ്വീകരിച്ച് പാപമോചനം സ്വീകരിക്കണം. അതോടൊപ്പം തീർത്ഥാടനങ്ങളിലൂടെ, വ്രതമെടുത്തുള്ള തീർത്ഥാടനങ്ങളിലൂടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമെന്നൊക്കെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലിയും നമ്മുടെ ഇടവകയുടെ ജൂബിലിയും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും വലിയൊരു ആത്മീയ അനുഭവമായിട്ട് ഇതെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി